ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വാർത്തകൾ വായിക്കാനും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ MB മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഡെയിലി ഹണ്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് രാജ്യം സെലക്ട് ചെയ്യാം. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യ, ബംഗ്ലാദേശ്, ആഫ്രിക്ക, ശ്രീലങ്ക, UAE, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലുള്ള പത്രങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഇന്ത്യ തന്നെ നോക്കാം. ഇന്ത്യയിൽ തന്നെ ഏതെല്ലാം ഭാഷകളിലുള്ള പത്രം നിങ്ങൾക്ക് വായിക്കണം അല്ലെങ്കിൽ ന്യൂസ് നിങ്ങൾക്ക് അറിയണമെന്നതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കുന്ന ഭാഷകളായിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഇതെല്ലാം സെലക്ട് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തമിഴിലുള്ള വാർത്തകൾ കാണുവാൻ സാധിക്കും. ശേഷം ഇവിടെ കാണുന്ന 3 വരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ലാംഗ്വേജ് ആൻഡ് എഡിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും വീണ്ടും ഭാഷകൾ മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഹിന്ദി അൺടിക്ക് ചെയ്യുക, തമിഴ് അൺടിക്ക് ചെയ്യുക, മലയാളം ടിക്ക് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ശേഷം ഇംഗ്ലീഷും അൺടിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ മലയാളത്തിലുള്ള ന്യൂസുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശേഷം തൊട്ട് ഇപ്പുറത്തായിട്ട് ടോപ്പിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിനനുസരിച്ചുള്ള വാർത്തകൾ വായിക്കുവാൻ സാധിക്കും. വിനോദം, ന്യൂസ്, ബിസിനസ്, പ്രാദേശിക വാർത്തകൾ, ജീവിതശൈലി, ദേശീയം, വിദേശം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടോപ്പിക്ക് അതിനനുസരിച്ചുള്ള വാർത്തകൾ നിങ്ങൾക്ക് വായിക്കുവാൻ സാധിക്കും. പക്ഷേ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കാണുന്ന പ്രധാന വാർത്തകൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള തിരഞ്ഞെടുപ്പ് 2016, മനോരമ, മാതൃഭൂമി, മൃതാടൻ മലയാളി തുടങ്ങി ഒരുപാട് ന്യൂസ് പേപ്പറുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ പത്രത്തിലെ പ്രധാന ന്യൂസുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ന്യൂസുകളെല്ലാം കാണുവാൻ സാധിക്കുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഇതിലുള്ള ഒരു ന്യൂസ് ആരെങ്കിലുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണുന്ന വാട്സാപ്പ്, ടെലഗ്രാം തുടങ്ങി ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇവിടെ കാണുന്ന ഈ 3 ഡോട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ഓപ്ഷൻസ് കൂടെ കാണാൻ സാധിക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന വാട്സാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വ്യക്തിക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അതുപോലെ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ന്യൂസ് ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.